നടന്ന കുടുംബമാണ്. അങ്ങനെ നടന്ന കുടുംബത്തിൻ്റെ അകത്ത് ഇത്ര നാളും വരുത്താത്ത പ്രവാചക ശബ്ദത്തിന് ഇന്ന് എന്ത് വ്യത്യാസമാണ് വരുത്താൻ പറ്റുന്നത്? ഉപേക്ഷിക്കാതെ വീണ്ടും ആ പ്രവാചക ശബ്ദത്തിന് കേൾവി കൊടുക്കുന്നവളുടെ ലൈഫിനെ തിരിക്കാൻ ദൈവത്തിന് കഴിയുമെന്നുള്ളത് ഇന്ന് പകലും വിശ്വസിക്കുക. ഇന്ന് പകല് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് ചലിപ്പിക്കാൻ ഒരു പ്രവാചകനെ ദൈവം അയക്കും. ഒരു പ്രവാചക ശബ്ദം നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അത് നിങ്ങളുടെ ലൈഫിനകത്ത് മാറ്റങ്ങൾ വരുത്തിയിരിക്കും. ആമേൻ, ആമേൻ. എന്ത് നിന്റെ കയ്യിലുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നത് എല്ലാം തീർന്നു, എല്ലാം തീർന്നു, ഒന്നും ഇല്ല. പക്ഷേ എന്തുണ്ട്? എണ്ണയുണ്ട്, എണ്ണയുണ്ട് എന്ന് പറഞ്ഞ എല്ലാവരും പറ, എണ്ണയുണ്ട്. ആമേൻ. എണ്ണ തീർന്നു പോയവരുടെ സംഭവം പുതിയ നിയമത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. എണ്ണയുണ്ട്. എണ്ണ പുതിയ നിയമത്തെ ഒരു അഭിഷേകത്തെയാണ് കാണിക്കുന്നത്, പരിശുദ്ധാത്മാവിനെയാണ് കാണിക്കുന്നത്. ആമേൻ. എൻ്റെ കൂടെ ഇന്ന് പല എണ്ണ പരിശുദ്ധാത്മാവിനെയും അഭിഷേകത്തെയാണ് കാണിക്കുന്നത്. പുതിയ നിയമത്തിൽ ഈ രണ്ട് വാക്ക് ഒരുപോലെ ചേരുകയാണ്. ആമേൻ, ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച ഞാനൊരു കാര്യം പറഞ്ഞു. ഒരു പ്രത്യേക നിയോഗത്തോടെ ദൈവം വേർതിരിക്കുന്ന ആൾക്കാരാണ് അഭിഷേകമുള്ളവർ. ആമേൻ. ആരാധനയിൽ ആത്മനിറവ് വരുമ്പോൾ അത് അഭിഷേകമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. പക്ഷെ അതിനകത്ത് ഒരു അഭിഷേകം ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ഒരു നിയോഗം, പ്രത്യേക ഒരു കാര്യത്തിന് വേണ്ടി എന്നെ ദൈവം വേർതിരിച്ചിരിക്കുന്നു. അതിനായിട്ടാണ് ഈ ഒരു ദൈവശബ്ദം, ദൈവീയ ശക്തി എന്നെ തൊടുന്നതെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഹല്ലേലൂയ. കരം എന്ന് ഉയർത്തി സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. എല്ലാം തീർന്നു, എണ്ണയുണ്ടായിരുന്നു. അല്ലേ? എല്ലാം തീർന്നാലും എണ്ണ ഉണ്ടായാൽ മതി. ഹല്ലേലൂയ. എണ്ണ ഹോളി സ്പിരിറ്റാണ്. എണ്ണ ഹോളി സ്പിരിറ്റിന്റെ നിഴലാണ്. എല്ലാം നഷ്ടപ്പെട്ടാലും നിന്റെ അകത്ത് ആത്മാവ് ഉണ്ടെങ്കിൽ നീ രക്ഷപ്പെടും. അടുത്തേക്ക് നാളെ നോക്കി പറ, എല്ലാം പോയാലും, എല്ലാം നിന്റെ കയ്യിലെ ജോലി, സമ്പത്ത് എല്ലാം പോയാലും നിന്റെ അകത്ത് നിന്നെ അഭിഷേകത്തിൽ തുടർമാനം നിൽക്കുന്ന ഹല്ലേലൂയ ആത്മാവ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ രക്ഷപ്പെടും. ഇവിടെ നേരെ തിരിച്ചാ, നമ്മൾ അഭിഷേകം കളഞ്ഞിട്ട് ബാക്കി എല്ലാം നേടിവെക്കും. ഇന്ന് പകല് പറ, അഭിഷേകം ഉണ്ടെങ്കിൽ ഹല്ലേലൂയ അത്ഭുതങ്ങൾ സംഭവിക്കും. ആമേ. അഭിഷേകം ഉണ്ടെങ്കിൽ നിന്റെ ലൈഫ് സ്വസ്ഥമായിരിക്കും. നിന്റെ ലൈഫ് പുതിയത് ആത്മാവ് കണ്ടെത്തുന്നതിന് ദൈവം നിന്നെ ഉപയോഗിച്ചിരിക്കും. രണ്ടാമത്തെ ഒരു ഭാഗോട് അതിനകത്ത് ചിന്തിക്കാനുള്ളത്, പ്രവാചകൻ പറയുന്നത്, നീ നിന്റെ സ്വന്തം വീട്ടിലെ, ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ട് പറയാണ്, അങ്ങനെ ഒരു ആശയം അതിനകത്തുണ്ടെന്ന് വിചാരിക്കുന്നു, പാത്രം എടുക്കരുത്, മൊത്തം അതാണ് നിനക്ക് നിറയ്ക്കാനുള്ള നിയോഗം. നിന്റെ വീട്ടിലെ എണ്ണ കൊണ്ട് അടുത്ത വീട്ടിലെ പാത്രത്തെ നിറയ്ക്കണം. നിറച്ചാൽ നിന്റെ വീട്ടിലെ നന്മ തുടരുമെന്നോ വരും. അങ്ങനെയാണ് ആ വാക്യത്തിന്റെ ആശയം. ആമേൻ, ഹല്ലേലൂയ. പാത്രം അയലോക്കത്തെ ആണെങ്കിലും നിറച്ചാൽ, അയലോക്കത്തെ പാത്രത്തെ നിന്റെ എണ്ണ കൊണ്ട് നിറച്ചാൽ നിന്റെ വീട്ടിലെ വരുമാനത്തിന് അത് കാരണമാകും. ഒന്ന് കൈ ഉയർത്തി സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. ഈ എണ്ണയെക്കുറിച്ച് എനിക്ക് ഒത്തിരി പറയാനുണ്ട്. നിങ്ങൾ പഴയ നിയമത്തിൽ ഒരു മനുഷ്യൻ ഓടുന്ന ഒരു ഓട്ടമുണ്ട്. ആ ഓട്ടത്തിൽ സ്വന്തം വീട്ടിൽ നിന്ന് അവൻ്റെ ഡ്രസ്സ് എടുത്തു എന്ന് ചോദിച്ചാൽ സംശയമാണ്. എടുത്തെങ്കിൽ ഒന്നോ രണ്ടോ അമ്മ എടുത്തു കൊടുത്തത് മാത്രമേ കാണുള്ളൂ. ആരാന്നുള്ളതായിരിക്കും അല്ലേ? യാക്കോബ്. ആമേൻ. യാക്കോബ് തൻ്റെ ജ്യേഷ്ഠനെ പറ്റിച്ചിട്ട് ഇറങ്ങി ഓടുന്ന ഒരു ഓട്ടമുണ്ട്. ഓട്ടത്തിൽ ലൂസ് എന്ന സ്ഥലത്ത് വരുമ്പോൾ മനുഷ്യൻ ക്ഷീണം കൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ദേശത്തിലെ ഇരുട്ട് തൻ്റെ കണ്ണിലും ബാധിച്ചു തുടങ്ങിയപ്പോൾ അവൻ ക്ഷീണം കൊണ്ട് താൻ ഉറങ്ങിപ്പോയി. വേഗത്തിൽ പെട്ടെന്നൊരു കല്ല് തലേണയായി എടുത്തു വെച്ച് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം ഇങ്ങനെ തട്ടി എഴുന്നേൽപ്പിച്ചു. ഇന്ന് രാവിലെ ആരെയൊക്കെയും ദൈവം തട്ടി എഴുന്നേൽപ്പിക്കട്ടെ. ആമേൻ. തട്ടി എഴുന്നേൽപ്പിച്ചപ്പോൾ മനസ്സിലായി, ആമേൻ, ഇത് ലൂസിനേക്കാളും ഇത് ബഥേലാണ്. യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം ഞാനോ അതാ അറിഞ്ഞില്ല. ആമേൻ. ഞാനോ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ആമേൻ ദൈവസന്നിധിയിൽ അവൻ കണ്ട കാഴ്ചയൊന്ന് റെക്കഗ്നൈസ് ചെയ്യാണ്. എന്താണ് കണ്ടത്? ദൂതന്മാർ
കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഒരു കാഴ്ച അവൻ കണ്ടു. ദർശനങ്ങളെ ദൈവം തുറക്കട്ടെ. ആമേൻ, ഹല്ലേലൂയ. ഇത് കണ്ട ഉടനെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, യഹോവ ഈ സ്ഥലത്തുണ്ട്. അതിലുപരി എനിക്ക് പറയാനുള്ളത്, യഹോവ നിന്റെ കൂടെയുണ്ട്. യഹോവ യാക്കോബേ നിന്റെ കൂടെയുണ്ട്. ഈ ഭയം അകച്ചു കയറിയപ്പോൾ മറ്റുള്ളതിനെല്ലാം സ്വീകരിക്കാൻ കഴിയാതിരുന്നപ്പോൾ ഒരു ദർശനമായിട്ട് ഈ മനുഷ്യനെ തൻ്റെ റൂട്ടിനകത്തേക്ക് ദൈവം കയറ്റുക. നീ ചെയ്തതെല്ലാം ശരിയാണ്, പക്ഷെ നിന്നെ വിട്ടുകളയാൻ പറ്റത്തില്ല. ബിക്കോസ് നീ ആ പ്ലാനിനകത്തുള്ള വ്യക്തിയാണ്. ഏത് പ്ലാനാണെന്നുള്ളതാണല്ലേ. ഒരാളെ കുറിച്ച് ഒരു പ്രവചനം കിടപ്പുണ്ട്. ആ ആള് ഭൂമിയിലേക്ക് വരുന്നത് തടയാൻ പറ്റത്തില്ല. ആ ആള് യേശു ക്രിസ്തുവാണ്. ആമേൻ. ആ ജനറേഷനിൽ പെട്ടവനായതുകൊണ്ട് നിന്നെ വെറുതെ വിട്ട് കളയാൻ പറ്റത്തില്ല. ആമേൻ. നിന്നെ എത്രത്തോളം ലാഭാൻ കുടിക്കിയാലും എത്രത്തോളം ഭയം ഒതുക്കിയാലും നീ റൂട്ടിനകത്ത് കയറിയേ പറ്റുള്ളൂ. എത്ര പേര് മനസ്സിലാകുന്നുണ്ട്? ആമേൻ, ഹല്ലേലൂയ. ഏതൊക്കെയോ വികാരങ്ങൾക്കകത്തൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം തട്ടി ഉണർത്തുമ്പോൾ ആലോചിക്കണം, ഹല്ലേലൂയ എന്നെക്കുറിച്ച് ദൈവത്തിനൊരു പ്ലാനുണ്ട്, എന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ ഭാഗമായതുകൊണ്ടാണ് ഹല്ലേലൂയ ദൈവം എന്നെ തട്ടി എഴുന്നേൽപ്പിക്കുന്നത്. ഹല്ലേലൂയ. ആ തലയണയായി വെച്ചിരുന്ന കല്ലെടുത്ത് നേരെ നിർത്തിയിട്ട് താൻ എണ്ണ എടുത്ത് ഒഴിച്ചെന്നാ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? താൻ എണ്ണ എടുത്ത്, അതാ ഞാൻ പറഞ്ഞത്, വീട്ടിൽ നിന്ന് ഡ്രസ്സ് എടുത്തോന്ന് അറിയത്തില്ല, പക്ഷെ കയ്യിൽ എണ്ണ ഉണ്ടായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. പഴയ നിയമത്തിലും ആ എണ്ണയുടെ പ്രാധാന്യത അത്ര വലുതാണെങ്കിൽ പുതിയ നിയമത്തിൽ അഭിഷേകം വളരെ വലുതാണ്. ഹല്ലേലൂയ. ഒരു പ്രവചനവാക്ക് അതിനകത്തുനിന്ന് തുറന്നു വരുന്നത് കൊണ്ട് അദ്ദേഹം വളരെ ശക്തിയോട് ഹല്ലേലൂയ ഒരു നിർജ്ജന സ്ഥലത്ത്, ആമേൻ, ആരുമില്ല, ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാൻ യാക്കോബും ഉണ്ട്, ആമേൻ, യാക്കോബും ഉണ്ട്, ദൈവവും ഉണ്ട്, ആമേൻ. ആ എണ്ണ എടുത്ത് വെച്ചിട്ട് അതിന്റെ മേലോട്ട് കല്ലെടുത്ത് വെച്ചിട്ട് ആ കല്ലിന്റെ മേലെ എണ്ണ ഒഴിച്ചിട്ട് പറയും, ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആലയം എന്ന് ഈ യാക്കോബ് പറയാനുള്ള കാര്യം എന്നറിയോ? ആൾക്കാർ കൂടിയത് കൊണ്ടല്ല, ദൈവമുണ്ട്. ആമേൻ. ഇത് ദൈവത്തിന്റെ ആലയം, അതാണ് ബേഥേൽ, ദൈവത്തിന്റെ ഭവനം എന്ന് പേരിട്ടത്. ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല എന്ന് പറഞ്ഞ് ഹല്ലേലൂയ എണ്ണ ഉപയോഗിച്ച് ഹല്ലേലൂയ അത് ദൈവത്തിന്റെ ആലയമായി പ്രതിഷ്ഠിക്കുക. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ദൈവം പ്രവർത്തിക്കാൻ വിശ്വസ്തനാണ്? നീ നിർജ്ജന പ്രദേശത്ത് ഒറ്റയ്ക്കായിരുന്നാലും ഹല്ലേലൂയ ദൈവം അതിൻ്റെ മേലൊരു അഭിഷേകം പകരാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിന്റെ കയ്യിൽ എണ്ണയുണ്ടോ? നീ നിറഞ്ഞിരിക്കും. ആമേൻ. അവിടെ വെച്ച് സംഭവിച്ച ഒരു കാര്യം പറയാം. ഹല്ലേലൂയ. ആ ദൈവം തൻ്റെ കയ്യിൽ ഏൽപ്പിച്ച എണ്ണ ഉപയോഗിച്ച് ലൂസ് എന്ന സ്ഥലത്തിന്റെ പേര് മാറ്റി അതിനെ ദേവാലയമാക്കി മാറ്റിയപ്പോൾ മടക്കയാത്രയിൽ യാക്കോബ് എന്ന മനുഷ്യന്റെ പേര് ദൈവം മാറ്റി. ദൈവം അവന്റെ പേര് ഇസ്രായേൽ എന്നാക്കി. ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ലൂസിന്റെ പേര് ദൈവത്തിന്റെ ഭവനമാക്കാൻ യാക്കോബിനെ ദൈവം ഉപയോഗിച്ചെങ്കിൽ യാക്കോബിന്റെ പേരിനെ ദൈവത്തിന്റെ സൈന്യമെന്ന പേരാക്കി മാറ്റാൻ, ഇസ്രായേൽ എന്ന പേരാക്കി മാറ്റാൻ ദൈവം അവനെ ഉപയോഗിച്ചു. ഇന്ന് ഞാനൊരു പ്രവചന ശബ്ദം അവിടെ നിന്ന് നിങ്ങളോട് പറയാണ്, നിങ്ങളുടെ ശൂന്യതയിൽ ദൈവത്തിന്റെ ദേവാലയത്തെ ദൈവത്തിന്റെ അഭിഷേകം ഉപയോഗിച്ച് നിങ്ങൾക്ക് ആക്കി തീർക്കാമെങ്കിൽ ഇന്ന് പകരം നിന്റെ പേരിനെ ദൈവം ദേശത്ത് മാറ്റും. കരവാടിച്ച ദൂതിനെ സ്വീകരിച്ചോ? ഹല്ലേലൂയ. ശൂന്യതയുടെ നടുവിൽ യാക്കോബ് അന്തരീക്ഷങ്ങളെ തിരിച്ചെങ്കിൽ നിങ്ങളുടെ അന്തരീക്ഷങ്ങളെ ദൈവത്തിന് തിരിക്കാൻ കഴിയും. ആമേൻ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാം ചിന്തിച്ചിരുന്ന ഭാഗങ്ങൾക്കകത്തേക്ക് ഞാൻ ഓടി വരാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഹല്ലേലൂയ. എനിക്ക് സമയമില്ലെങ്കിലും നിങ്ങൾ സമയം എടുത്തേ പറ്റുള്ളൂ. കാര്യം എന്നോട് ദൈവം പറഞ്ഞേക്കുന്ന അതാണ്. അതിനായിട്ട് കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ദൈവവചനം റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങളാണ്. ഒരിക്കൽ കൂടി ഒന്ന് വായിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് വായിക്കുക. നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി
ആത്മീക വരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന്, അതായത് നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളോടുകൂടെ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നു. എന്നാൽ സഹോദരന്മാരെ, എനിക്ക് ശേഷം ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ പലപ്പോഴും ഭാവിച്ചുവെങ്കിലും ഇതുവരെ മുടക്കം വന്നു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. റോമർക്ക് എഴുതിയ ലേഖനത്തെ കുറിച്ച് ഇന്നൊന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല. കഴിഞ്ഞ 2 ആഴ്ചകളിൽ ഒരുപാട് കാര്യം പറഞ്ഞു. എനിക്ക് പറയാൻ ഒത്തിരി കാര്യമുണ്ട്. പറയാനുള്ള സമയം നമ്മുടെ മുമ്പിൽ ഇല്ലാത്തതുകൊണ്ടാണ്. കർത്താവ് സഹായിക്കട്ടെ. 3 വിഷയങ്ങളാണ് ഇതിനകത്തുനിന്ന് തുറന്നു വരുന്നത്. ഫലം എന്ന് പറയുന്ന ഒരു വിഷയവും കൂടെ ചേർത്ത് അടുത്ത ആഴ്ചയിൽ ഞാനിത് പൂർത്തീകരിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അടുത്ത ആഴ്ച എല്ലാവരും പ്രാർത്ഥിച്ചു വരണം. അടുത്ത ആഴ്ച സ്പിരിച്വൽ ഗിഫ്റ്റ്സ് എന്ന് പറയുന്ന ആത്മീയ വരങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നിങ്ങളുടെ അകത്ത് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ചകളിലായിട്ട് നിങ്ങളുടെ മുമ്പിൽ എടുത്ത വിഷയങ്ങൾ ആമേൻ, ഡിവൈൻ അസൈൻമെന്റ്, ദൈവിക നിയോഗം എന്ന് പറയുന്ന വിഷയവും സ്പിരിച്വൽ കൺഫർമേഷൻ, ആത്മീകമായി ഒരു സഭയെ ദൈവം ഉറപ്പിക്കുന്നത് എങ്ങനെ എന്നുള്ള വശങ്ങൾക്കകത്ത് ദൈവം സംസാരിക്കുന്ന ഭാഗങ്ങളെയാണ് നിങ്ങളുടെ അകത്ത് ഞാൻ കൊണ്ടുവരാനായിട്ട് താല്പര്യപ്പെടുന്നത്. അത് ചിലത് നിങ്ങളോട് സംസാരിക്കുവാനിടയായി തീർന്നു. യോപ്പയിൽ ദൈവത്തിന്റെ ദർശനം പത്രോസിനുണ്ടാകുകയും അതേ തുടർന്ന് ഇറ്റലിയ കൈസരിയ എന്ന് പറയുന്ന സ്ഥലത്തിനകത്ത് ദൈവം നിയോഗിച്ച ഒരു നിയോഗം പോലെ ജാതികളുടെ പട്ടണമാകുന്ന സ്ഥലങ്ങളിലെ ഒരു ഭവനത്തിനകത്ത്, ഒരു ശതാധിപനാകുന്ന കൊർന്നല്യോസിന്റെ ഭവനത്തിനകത്ത് ദൈവം പത്രോസിനെ അയക്കുന്ന വാക്കുകളാണ് നിങ്ങളുമായി സംസാരിച്ചുകൊണ്ടിരുന്നത്. കാരണം ഉയർത്തി ഒരു സ്വതന്ത്രം ചെയ്ത് കഴിഞ്ഞ ആഴ്ച പോയപ്പം ഈ സന്ദേശം പറഞ്ഞ് ഭയങ്കര ആത്മപകർച്ചയായിട്ടാണ് നിങ്ങൾ പോയത്. ആ ഒരു അന്തരീക്ഷത്തിൽ കിട്ടിയാലേ എനിക്ക് ഈ സന്ദേശത്തെ അതിന്റെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ആ ഒരു രീതിയിലല്ല നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പൊ ഇരിക്കുക. കർത്താവ് നിങ്ങളുടെ മേൽ ഈ സന്ദേശങ്ങളെ തുറന്നു കൊണ്ടുവരട്ടെ എന്ന് ഞാൻ പറയുന്നു. ഇത് കഴിവല്ല, ദൈവം സംസാരിച്ചാലേ നമുക്കത് തുറന്നു കൊണ്ടുവരാൻ പറ്റുള്ളൂ. ആമേൻ. നിങ്ങളുടെ ഒരു ആത്മീയ ഉത്തേജനത്തിന് വേണ്ടി ഞാൻ അതിനകത്ത് ഒരു ഭാഗം എടുത്ത് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു. ഈ 10, 11 അല്ലെങ്കിൽ 8, 7 അധ്യായങ്ങൾക്കകത്തൂടെ പോകുമ്പോൾ ഒരു ദൂതനെ നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. ആമേൻ, 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 ഹല്ലേലൂയ. ഞാൻ ആ വിഷയം നേരത്തെ ചിന്തിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇന്ന് എന്റെ മനസ്സിനകത്തേക്ക് ആ വിഷയം കൊണ്ടുവരുന്നു. പ്രത്യേകിച്ച് 10, 11 അധ്യായത്തിൽ സൂക്ഷിക്കാൻ ആരെയാണോ പരിശുദ്ധാത്മാവ് നിയോഗിച്ചതെന്ന് ലൂക്കോസിന് മനസ്സിലായത്, ലൂക്കോസ് ആരെയാണോ പ്രദർശിപ്പിക്കുന്നത് ഈ അധ്യായങ്ങളിലൂടെ, ആ ആളുടെ കൂടെ ഒരു ദൂതനുണ്ട്. പത്രോസിന്റെ കൂടെ ദൂതനുണ്ടായ നമുക്ക് എന്താ കാര്യം അല്ലേ? ആമേൻ, ഹല്ലേലൂയ. നിങ്ങളുടെ കൂടെ ആ ദൂതനുണ്ടെന്ന് ആത്മാവിൽ വിശ്വസിക്കാനായിട്ട് കഴിയണം. 1-ാമത്തെ അല്ലെങ്കിൽ 10-ാം അധ്യായത്തിനകത്ത് ദൂതൻ സന്ദേശമാണ് അറിയിക്കുന്നത്. 11-ാം അധ്യായത്തിനകത്തും സന്ദേശമാണ് അർപ്പിക്കുന്നത്. പക്ഷെ 12-ാം അധ്യായത്തിനകത്ത് ദൂതൻ വന്നില്ലെങ്കിൽ ഇത്തിരി വിഷയമാണ്. ആമേൻ. 12-ാം അധ്യായത്തിനകത്ത് പത്രോസ് എവിടെയാ? കാരാഗ്രഹത്തിനകത്താണ്. ഹല്ലേലൂയ. കാരാഗ്രഹത്തിനകത്ത് ദൂതൻ വന്നില്ലെങ്കിൽ ഭയങ്കര വിഷയമാണ്. ആമേൻ. ഒരു ആഭ്യന്തര വിഷയം ദേശത്ത് സംഭവിക്കുകയാണ്. ആമേൻ. അവിടെ യാക്കോബിനെ കൊന്നു. ആമേൻ. സഭയുടെ തൂൺ ഏതൊക്കെയാണ്? യാക്കോബ്, പത്രോസ്, യോഹന്നാൻ. എന്റെ ഉന്മേഷം കളയരുത്. പത്രോസ്, യോഹന്നാൻ. ഇത് കഴിഞ്ഞ ഒരു യാക്കോബിനെ കാണുന്നുണ്ട് അല്ലെ? ഇത് കഴിഞ്ഞ ഒരു യാക്കോബിനെ കാണുന്നുണ്ട്. ആ യാക്കോബ് അല്ല ഈ യാക്കോബ് ഉയർത്തെഴുന്നേറ്റ് വന്നതൊന്നുമല്ല. ആ യാക്കോബ് യേശു ക്രിസ്തുവിന്റെ സഹോദരനായ യാക്കോബാണ് എന്ന് മനസ്സിലാക്കണം. ഈ വചനം പഠിക്കുമ്പോൾ ഇങ്ങനെ തന്നെ പഠിക്കുന്നത് നന്നായിരിക്കും. ഈ ഭാഗത്തിലേക്ക് ഞാൻ വരാം. 1-2 കാര്യം എനിക്ക് പറയണമെന്ന് ആഗ്രഹിച്ചാ വന്നത്. പറയാൻ പോയാതെ വന്നാൽ ശരിയാകല്ലോ. വചനം പഠിക്കാൻ താല്പര്യമുള്ളവരോട് ഞാൻ പറയുന്നു, നിങ്ങൾ വചനം വായിക്കുമ്പോൾ ഒരു വെളിപ്പാടിൽ വായിക്കണം. ഒരു വെളിപ്പാട്. വിശ്വസിച്ചവരെ വിശ്വാസികളെന്നും യേശുവിനെ ഫോളോ ചെയ്ത് തുടങ്ങിയവരെ ശിഷ്യന്മാരെന്നും, ആത്മാവ് വന്നപ്പോൾ ദൈവ മക്കളെന്നും, ആത്മാവ് വന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവരെ ദൈവപുത്രന്മാരെന്നുമാണ് വിളിച്ചിരിക്കുന്നത്. ആമേൻ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഒരു ഭാഗമുണ്ട്. സദാകാലത്തും ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യരുടെ ഉള്ളിൽ വാദിച്ചുകൊണ്ട് നിൽക്കില്ല. എന്താ കാരണം?
ആ കാലഘട്ടത്തിലെ ദൈവത്തിന്റെ പുത്രന്മാരാകുന്നവർ മനുഷ്യന്റെ പുത്രിമാരെ ബോധിച്ചതുപോലെ തെരഞ്ഞെടുത്തു. എന്താണ്? ബോധിച്ചതുപോലെ തെരഞ്ഞെടുത്തു. അവലക്ഷണത്തിനും ആത്മനിന്ദയ്ക്കും പറ്റുന്ന രീതിയിലേക്ക് ജീവിതം വഴിമാറി വന്നപ്പോൾ ദൈവം പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ സൃഷ്ടിച്ച മനുഷ്യനെ കണ്ടിട്ട് എനിക്ക് ദുഃഖം തോന്നുന്നു. പാപം ചെയ്ത ശേഷം മുന്നോട്ട് പോകുമ്പോഴും അവരുടെ ഉള്ളില് ഒരു ഡിവൈനിറ്റി, ഒരു ദൈവികത ഉണ്ടായിരുന്നു. തെറ്റിതാണ്, നീ ചെയ്യുന്നത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. അതിനെ ചൂണ്ടി ആ ദൈവം പറയുന്നത്, എൻ്റെ ആത്മാവ് അവരുടെ ഉള്ളില് സദാകാലവും വാദിച്ചോണ്ട് നിങ്ങളുടെയൊക്കെ ഉള്ളിലുണ്ടോ? ആമേൻ. ആ രീതിയിലല്ല, ഇപ്പൊ ഭയങ്കര രീതിയിൽ വരണം. വാദിച്ചോണ്ട് നിൽക്കില്ല. അപ്പം അവിടെ പറയുന്നത് ജഡമെന്നാ മനുഷ്യനെ, അല്ലെ? മനുഷ്യൻ എന്ന് പറഞ്ഞതിനെ അല്പം കൂടെ താഴ്ത്തിയിട്ട് ജഡം എന്ന വാക്കല കൊടുക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് ഏറി വരുമ്പം വിശ്വസിച്ചവരെ വിശ്വാസികളെന്നും ഫോളോ ചെയ്തവരെ എന്നോട് പറ ശിഷ്യന്മാരെന്നും, ദൈവത്തിന്റെ ആത്മാവ് വന്നപ്പം ദൈവമക്കളെന്നും, ആത്മാവിനെ തിരിച്ചറിഞ്ഞവരെ ദൈവത്തിന്റെ പുത്രന്മാരെന്നുമാണ് വിളിച്ചു തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യർക്കെന്ന് ജഡം എന്ന് പറഞ്ഞതൊന്നും നിങ്ങളെക്കുറിച്ചല്ല എന്നും, എന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മുഴുവൻ ദൈവപുത്രന്മാരെ കുറിച്ച് പറഞ്ഞതാണ് എനിക്കുള്ളതെന്ന് മനസ്സിലാക്കി ഒരു വെളിപ്പാടിൽ വചനം വായിച്ചാൽ പലതും നിങ്ങൾക്കുള്ളത് തുറന്നു വരും. അതിന്റെ അവസാനം നല്ലൊരു ആമേൻ പറഞ്ഞിട്ട് എഴുന്നേറ്റാൽ എഴുന്നേക്കുന്ന നിലവാരത്തിൽ തന്നെ ആത്മാവ് ചലിക്കും. ആന്റിയുടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പം ഒരു വാക്ക് എക്സ്ട്രാ ഒന്ന് ആത്മാവിൽ തള്ളിപ്പറയുന്നത് ഞാൻ കേട്ടു. വിശ്വാസം വേണം. എന്ത് വേണം? വിശ്വാസം വേണം. ആമേൻ, ഹല്ലേലൂയ. അബ്രഹാം അവിശ്വാസത്തിനുള്ളത് ഈ ദൈവം വിളിച്ച 25 വർഷം, പത്തനാരാമിൽ നിന്ന് പുറപ്പെടുന്നത് 75-ാമത്തെ വയസ്സിലാണ്. എനിക്ക് ദർശനം ഉണ്ടാകുന്നത് 75-ാമത്തെ വയസ്സിലാണ്. ദൂതന്മാര് വന്ന് തന്നെ 99-ാമത്തെ വയസ്സിൽ അത് ആ പ്രവചന ശബ്ദം വീണ്ടും പറയുന്നത് വരെയുള്ള ഈ ഇടയ്ക്കുള്ള കാലയളവിൽ അവിശ്വസിക്കാൻ പറ്റുന്ന ഒരുപാട് സംഗതികൾ അവർ വീട്ടിനകത്തുണ്ടായി. അതിനെയാണ് എബ്രായ ലേഖന കർത്താവ് പറയുന്നത്, അവിശ്വാസത്താൽ ദൈവത്തെ സംശയിക്കാതെ ആശയ്ക്ക്. അപ്പം സംശയിക്കാനുള്ളത് അവരുടെ ശരീരത്തിൽ തന്നെ ഉണ്ടായി. വാഗ്ദത്തങ്ങൾക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന സംശയ അനുഭവങ്ങളെ നോക്കി സംശയിക്കാതെ ആശയ്ക്ക് വിരോധമായി ആശയോടെ ദൈവം പറഞ്ഞതിനെ മാത്രം വിശ്വസിച്ചു. പകല് ഇടയ്ക്ക് കയറി വന്നൊരു വാക്കാ വിശ്വാസം പറഞ്ഞപ്പം. ആമേൻ. സംശയിക്കാൻ എഴുന്നേൽക്കുന്നതിനെ നേരെ നിങ്ങൾ കണ്ണടയ്ക്കുക. കേട്ടത് മാത്രം വിശ്വസിക്കുക. കേട്ടത് വിശ്വസിച്ചാൽ ഹല്ലേലൂയ, നിന്റെ മുമ്പിൽ കാണുന്ന അവിശ്വാസത്തിന്റെ നേരെ കണ്ണടച്ചാൽ നിനക്ക് കേട്ടത് കാണാൻ പറ്റും. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, നീ കേട്ടത് കാണാൻ പോവുകയാണ്. കേട്ടത് കാണത്തക്ക രീതിയിൽ ദൈവം നിന്റെ അന്തരീക്ഷത്തെ ചേഞ്ച് ചെയ്തിരിക്കും. അടിച്ച് കർത്താവിനെ സ്തുതിച്ചോണം. ആമേൻ. ഈ ദൂത് നിങ്ങളുടെ അകത്തേക്ക് ഇറങ്ങി ആത്മാവിൽ സ്തുതിക്കുമ്പോഴാണ് ഇന്ന് പകൽ ഈ ദൂതിനെ അതിന്റെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുപോകുന്ന അനുഭവങ്ങൾ വെളിപ്പെടുന്നത്. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് വചനം വായനയോടുള്ള ബന്ധത്തിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഇതാണ്. ഹല്ലേലൂയ. വിശ്വസിക്കാനായിട്ട് തയ്യാറായാൽ അത്ഭുതങ്ങളെ നിങ്ങൾ കാണും. ഞാൻ ആ ഭാഗത്ത് വിടുകയാണ്. ആമേൻ, ഹല്ലേലൂയ. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൂതൻ എവിടെ ഇറങ്ങി? ഹല്ലേലൂയ. ഇന്നത്തെ സഭാരാധന തുടങ്ങിയപ്പോൾ ഞാൻ ആത്മാവിൽ ഹല്ലേലൂയ ഇതിനകത്തേക്ക് ക്ഷണിച്ചത് ദൈവത്തിന്റെ ദൂതന്മാരെയാണ്. സോ നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഇതിനകത്ത് ദൈവദൂതന്മാരുണ്ട്. ദൈവസഭയിൽ ദൈവത്തിന്റെ ദൂതന്മാരുണ്ട്.
ആ വചനം കൃത്യമായിട്ട് കൺഫർമേഷൻ ദൈവം എനിക്ക് നൽകുന്ന 2 വചനം ഇതിനകത്ത് വെളിപ്പെട്ടിട്ടുണ്ട്. യാക്കോബ് ദേവാലയമായി പ്രതിഷ്ഠിച്ച സ്ഥലത്ത് ദൈവത്തിന്റെ ദൂതന്മാർ അപ്പോയിന്റഡ് ആയി. ആമേൻ. ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു, ദൂതന്മാർ ഇവിടെ അപ്പോയിന്റഡ് ആയിട്ടുണ്ട്. പുതിയ വഴികളെ തുറക്കാൻ അവന് കഴിയും. ഇരുമ്പ് വാതിലുകളെ തുറക്കാൻ അവന് കഴിയും. അടഞ്ഞ പട്ടണവാതിലുകളെ തുറക്കാൻ അവന് കഴിയും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജനത്തെ അടിമയാക്കുന്ന ദേശത്തിന്റെ ഹല്ലേലൂയ അടിമവാതിലുകള് ദൈവത്തിന് തുറക്കാൻ കഴിയും. അത് കാലിലിട്ട ആമമാണെങ്കിലും കയ്യിലിട്ട വിലങ്ങാണെങ്കിലും ഇന്ന് പകല് ഞാൻ വിശ്വസിക്കുന്നു, ചിലതിൻ്റെ മേൽ വലിയ ഡെലിവറൻസുകള് ദൈവം ഇടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൂതിനെ നിങ്ങൾക്ക് മാത്രമായിട്ട് നിങ്ങൾ സ്വീകരിക്കരുത്. ഈ ദൂത് ദേശങ്ങൾക്കുള്ള ദൂതായി നിങ്ങൾ സ്വീകരിക്കണം. നിങ്ങൾ സ്വീകരിച്ചാൽ ചില ആമത്തിൽ കിടക്കുന്ന ചില ബന്ധനങ്ങൾ പൊളിയും. ആമേ. ഞാൻ പ്രവചിക്കുക, ദേശങ്ങളെ നോക്കി നാളുകളായിട്ട് ഹല്ലേലൂയ സുവിശേഷത്തിന്റെ കേൾവിക്ക്, ഹല്ലേലൂയ സുവിശേഷത്തിന്റെ ശക്തിക്ക് പ്രവേശനം കൊടുക്കാതെ വണ്ണം നാളുകളായി കൈകാലുകൾ ബന്ധിക്കപ്പെട്ടതുപോലെ കടക്കുന്ന ഇരുളിന്റെ ശക്തികൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടതിനെ ഹല്ലേലൂയ ദൂതൻ ഇറങ്ങിച്ചെന്ന് ചിലതിനെ വിടുവിക്കുന്ന നിലവാരങ്ങളെ ആത്മാവിൽ കാണണം. ഞാനിത് ഈ വചനം തുറന്നു വരുമ്പോൾ എൻ്റെ അകത്തെ ഇരിക്കുന്ന ആത്മാവ് എനിക്ക് ധൈര്യം നൽകുന്നു. വർഷങ്ങൾ കൊണ്ട് എവിടെയൊക്കെയാണോ ബന്ധിക്കപ്പെട്ടത് അത് ഇന്ന് പകൽ അഴിയും. ഹല്ലേലൂയ. ആരാധിക്കുന്നിടത്ത് അന്തരീക്ഷമുണ്ട്, പക്ഷേ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങിയത് കാരാഗൃഹത്തിലാണ്. സത്യത്തിൽ നമ്മൾ ഇത്ര നേരം വെച്ച ഡെഫിനിഷൻ അനുസരിച്ച് ഇറങ്ങിയ ദൂതൻ ഇറങ്ങേണ്ടത് എവിടെയാണ്? ഈ ആരാധിക്കുന്നവരുടെ നടുവിലാണ്. പക്ഷേ ഈ വചനത്തിന്റെ ദൂതിന്റെ മൊന പോകുന്നത് ആരാധിക്കുന്നവരുടെ നടുവിലല്ല ദൂതൻ ഇറങ്ങുന്നത്. ദൂതൻ അവിടെ ഉണ്ട്, പക്ഷേ ദൂതൻ ഇറങ്ങുന്നത് ബന്ധിക്കപ്പെട്ടവരുടെ നടുവിലാണ്. ഇന്ന് വിശ്വസിക്കാൻ തയ്യാറാകും. നീ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ നിന്റെ വീടിന്റെ അകത്ത് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങും. ഓ ഹല്ലേലൂയ. ചിലർക്ക് അതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എവിടെയാണോ നിങ്ങളെ ബന്ധിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്, ആ സ്ഥലത്തെ നോക്കി നിങ്ങൾ പറയണം, അവിടെ ദൂതൻ ഇറങ്ങട്ടെ. ഹല്ലേലൂയ. രോഗമാണെങ്കിൽ അതിനെ അഴിക്കാൻ ദൈവത്തിന്റെ ദൂതന് കഴിയുമെന്ന്. ഹല്ലേലൂയ. ശാപമാണെങ്കിൽ അതിനെ പൊളിക്കാൻ ദൈവത്തിന്റെ ദൂതന് കഴിയുമെന്ന്. ബന്ധനമാണെങ്കിൽ അതിനെ അഴിക്കാൻ ദൈവത്തിന്റെ ദൂതന് കഴിയുമെങ്കിൽ ഹല്ലേലൂയ ഇന്ന് വിശ്വസിക്കാൻ തയ്യാറാകുക. ഹല്ലേലൂയ. അതിന് വിരോധമായി നിൽക്കുന്ന മതമാണെങ്കിൽ അതിന്റെ കെട്ടിനെ പൊട്ടിക്കാൻ ദൈവത്തിന് കഴിയും. അതിന് വിരോധമായി നിൽക്കുന്നത് ഒരു റോമൻ ഹല്ലേലൂയ റോമൻ ഭരണകൂടമാണെങ്കിൽ അതിനെ തകർക്കാൻ ദൈവത്തിന് ദൂതന് കഴിയും. വളരെ ശാന്തമായി പറയാം. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ മേൽ ആധികാര്യം കൽപ്പിക്കാൻ ഒരു ഭരണകൂടത്തിനും കഴിയത്തില്ല. അത് കഴിഞ്ഞു. എന്നാണോ ക്രൂശിൽ യേശു യാഗമായത്, അന്ന് യാഗമായതോടൊപ്പം അതിനുശേഷമുള്ള ഉയർത്തെഴുന്നേൽപ്പ് എന്ന് വെളിപ്പെട്ടോ അന്ന് മുതൽ ഹല്ലേലൂയ സകല ലോക ശക്തിയുടെ അധികാരങ്ങളും ദൈവരാജ്യത്തിന്റെ മുമ്പിൽ ഉടഞ്ഞുപോയി. അവൻ പറയാൻ ആരില്ല. ദൈവരാജ്യം എവിടെ ഉണ്ട്? ദൈവരാജ്യം എവിടെ ഉണ്ട്? യേശു പ്രസംഗിച്ച ദൈവരാജ്യം എവിടെ ഉണ്ട്? ആമേൻ. ഹല്ലേലൂയ. യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ച ദൈവരാജ്യം എവിടെയുണ്ട്? ആ ദൈവരാജ്യം നമ്മുടെ ഇടയിലാണ്. ഹല്ലേലൂയ. ഭക്ഷണവും പാനീയവുമല്ല, പരിശുദ്ധാത്മാവിന്റെ സന്തോഷം ഹല്ലേലൂയ ശക്തമായി വ്യാപരിക്കുന്ന സ്ഥലമാണ് ദൈവരാജ്യം. ഇന്ന് പകല് നിങ്ങൾ ഇവിടെ വന്നതിൻ്റെ പിന്നിൽ ഒരേ ഒരു ഉദ്ദേശമേ ഉള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് കടഭാരം മാറാനാകാം, നിങ്ങളുടെ പ്രയാസം മാറാനാകാം, രോഗം മാറാനാകാം. പക്ഷെ ദൈവം നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് രാജ്യത്തിന്റെ വിശാലതയ്ക്ക് വേണ്ടിയാ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. 12 പേരിൽ തുടങ്ങിയ
ആ ശുശ്രൂഷയുടെ പകർച്ച ഇന്ന് ഇന്ത്യയുടെ, കേരളത്തിൻ്റെ, കോട്ടയത്തിൻ്റെ ഈ ചെറിയ പട്ടണത്തിനകത്ത് എത്തി നിൽക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയണം, ഒരുപാട് പേര് ഇതിന് വിരോധമായി നിന്ന്, ഒരുപാട് രാജ്യങ്ങൾ ഇതിന് വിരോധമായി നിന്ന്, ഒരുപാട് സമൂഹങ്ങൾ ഇതിന് വിരോധമായി നിന്നു. നിന്നതിനെ എല്ലാം മാറ്റി അത് ഇന്ന് ഇവിടെ ശക്തിയോടെ നിലനിൽക്കുന്നതിൻ്റെ പിന്നിൽ ഒരേ ഒരു കാര്യമുള്ളൂ: ഈ രാജ്യമാണ് നിലവിലാകാൻ പോകുന്നത്. ഇന്നൊക്കെ ഇത് ദൈവരാജ്യത്തിൻ്റെ വളരെ ശക്തിയോടെ വ്യാപിക്കാൻ പോവുകയാണ്. അതിന് എണ്ണ ഉണ്ടായിരുന്നാൽ മാത്രം മതി. ഹല്ലേലൂയ. എണ്ണ ഉണ്ടായിരുന്നാൽ മാത്രം മതി. അടുത്ത കുടുംബങ്ങൾക്കകത്തേക്ക് എണ്ണ പകരാൻ വിളിക്കപ്പെട്ടവരാണ് നിങ്ങളെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കയ്യിലുള്ള എണ്ണ ഒരിക്കലും തീർന്നു പോകുകയില്ല. ഹല്ലേലൂയ. ആ എണ്ണ തീർന്നു പോകുകയില്ല. എല്ലാം തീർന്നിട്ടും എണ്ണ തീരത്തില്ല. വെളിച്ചെണ്ണയ്ക്ക് ഈ ആഴ്ച കഴിയാൻ നേരത്തെ എത്ര രൂപ വിലയാവുമെന്ന് അറിയാമോ? എല്ലാ വീട്ടിലും ഈ കാലഘട്ടത്തിൽ തീരുന്ന മൊത്തം എന്തുവാണ്? വെളിച്ചെണ്ണയാണ്. കഴിഞ്ഞ ഈ ആഴ്ച ഞാൻ എണ്ണ മേടിക്കാൻ ചെന്നപ്പം പലചരക്കാരൻ പറഞ്ഞു, ഇപ്പം മേടിച്ചോ ഡബിൾ ആകുമ്പോൾ 600 രൂപയ്ക്ക് മേളിലോട്ട് എണ്ണയുടെ വില കയറുകയാണ്. ആമേൻ. പക്ഷെ നമ്മുടെ എണ്ണ കാശ് കൊടുക്കാതെ കിട്ടുന്ന എണ്ണയാണ്. എൻ്റെ കർത്താവേ, അതിനൊന്ന് ആത്മാവിൽ പിടിക്കും. ആമേൻ. ഇനി വെളിച്ചെണ്ണയ്ക്ക് മൊത്തം ഹല്ലേലൂയ തവിടെണ്ണ ഉപയോഗിക്കേണ്ടി വരും. പക്ഷേ ഹല്ലേലൂയ നമ്മുടെ എണ്ണ പരിശുദ്ധമായ ആത്മാവിൻ്റെ എണ്ണ അകത്തുള്ളവർക്കായി സ്തോത്രം. ചിലരുടെ മനസ്സ് ഉണരാൻ വേണ്ടി വെളിച്ചെണ്ണയെ പറ്റി പറഞ്ഞത്. ഇന്ന് മുതൽ പിടിക്കുക. ഹല്ലേലൂയ. ഇന്ന് ഈ ലോകത്തിലെ എണ്ണ വില കൂടിയ എണ്ണയാണ്. പക്ഷേ ഹല്ലേലൂയ ആ എണ്ണ എപ്പം നോക്കിയാലും വീട്ടിൽ തീർന്നുകൊണ്ടേയിരിക്കും. പക്ഷേ തീരാത്ത ഒരെണ്ണ നിന്റെ അകത്തുണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ അത് ഒഴുകും. എന്താണ്? വിശ്വസിക്കുന്നവർ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ അത് ഒഴുകും. ഹല്ലേലൂയ. ആ നിക്ഷേപിക്കപ്പെട്ട എണ്ണയെ അടുത്ത വീടുകൾക്കകത്ത്, അടുത്ത പാത്രങ്ങൾക്കകത്ത്. ആമേൻ. ഈ പാത്രങ്ങളൊന്നും ഉപയോഗിക്കുന്നത് പുതിയ നിയമവും പഴയ നിയമവും ഒരുപോലെ പാത്രങ്ങൾ അവരുടെ വീട്ടിൽ കൊള്ളുകയല്ലാത്ത പാത്രമല്ല. അവരാണ് ആ പാത്രം. അവരാണ് അടുത്ത വീട്ടിലെ ആൾക്കാരാണ് ആ പാത്രം. അങ്ങോട്ട് പകരാൻ പരിശുദ്ധാത്മാവ് ഇന്ന് ശക്തമായ വചന ചിന്ത നിങ്ങൾക്ക് നൽകിക്കഴിഞ്ഞിരിക്കുകയാണ്. വിശ്വാസത്തോടെ പിടിച്ചോണം. ഹല്ലേലൂയ. ഇന്ന് പകലൊരു ദൂതൻ ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ആ ദൂതന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഹല്ലേലൂയ ആരാധിച്ചവന്റെ ബന്ധനം അഴിഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. ഇത് വിശ്വാസത്തിന്റെ ഒരു പ്രോസസ് അതിനകത്ത് പറയുന്നുണ്ട്. യാക്കോബിനെ കൊന്നെന്നുള്ളതും സത്യമാണ്. പത്രോസിനെ കൊല്ലുമെന്നുള്ളതും സത്യമാണ്. പക്ഷെ അതിനിടയിലൊരു പ്രസംഗ അല്ലേ? നിങ്ങൾ വായിച്ചോ? 12-ാം അധ്യായം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ വായിച്ചു നോക്കി. അതിനിടയിലൊരു പെസക വായിച്ചേ. 12-ാം അധ്യായം വായിച്ചേ. ഇത് എടുത്തു വെച്ച് പറയുമൊന്നും അല്ലേ. പ്രവൃത്തി 12 അല്ലേ? യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവർ പത്രോസിനെ പിടിച്ചു. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായിരുന്നു. അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിന് മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ച് തടവിലാക്കി. പത്രോസിനെ കൊല്ലാതിരുന്നതിന്റെ കാരണം എന്നാ? ഇടയ്ക്കൊരു പെസഹ. എന്താണ് ഇടയ്ക്കൊരു പെസഹ? എന്താണ് പെസഹ ഇതാകാത്തതിന്റെ കാരണം എന്താണെന്ന് പത്രോസിനോട് ചോദിച്ചാൽ പത്രോസ് പറയും, ഇടയ്ക്കൊരു പെസഹ ഉണ്ടായിരുന്നു. ഇതൊരു വെളിപ്പാടാ. ഈ യഹൂദന്മാരുടെ മൊത്തവും പറഞ്ഞേക്കുന്ന ഒരു ആലോചനയുണ്ട്. ജീവിതകാലത്തിൽ ഒരിക്കലും പെസഹയെ കുറിച്ച് മറന്നു പോകരുത്. ഞാൻ എടുത്ത വചനം വേറെ എവിടെയോ കിടക്കുവാണ്. ജീവിതകാലത്തിൽ ഒരിക്കലും അല്ലേ, എവിടെ വെച്ചാ പറഞ്ഞേ? അങ്ങ് മിസ്രൈമിൽ നിന്ന് ഇറക്കി അവരെ കൊണ്ടുവന്ന വാതയിൽ പറഞ്ഞാണ്, തലമുറകളോട് പോയി പറയണം, എല്ലാ വർഷവും ഈ സമയത്ത് എന്താ ചെയ്യണം? ഇങ്ങനെ പിടിച്ചിറക്കിയ ആ ദൈവത്തെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി
ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടിട്ടുണ്ട്. അറുക്കപ്പെട്ട കുഞ്ഞാടിനെ കുറിച്ച് നിങ്ങൾക്ക് ബോധം ഉണ്ടാകണം. അതുകൊണ്ട് നിങ്ങൾ പെസഹ ആചരിക്കണം. ഇതവര് മറന്നിട്ടില്ല. യഹൂദന്മാർക്ക് യാക്കോബിനെ പിടിച്ചത് പ്രസാദമെന്ന് കണ്ടിട്ട് പത്രോസിനെയും കയറി പിടിച്ച് കൊല്ലാനിരിക്കെ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ അവസാനിച്ചു പെസഹയിലേക്ക് കയറുകയാണ്. പെസഹയ്ക്കകത്ത് മറ്റൊരാൾ മരിക്കപ്പെടാൻ പാടില്ല. കാര്യം അന്നൊരാൾ മരിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇവിടെ നിങ്ങൾ കൊണ്ടുവരേണ്ടത്, ഹല്ലേലൂയ, യുഗങ്ങൾക്ക് മുമ്പേ അറുക്കപ്പെട്ടൊരു കുഞ്ഞാട് നമുക്ക് വേണ്ടി ഉണ്ട്. ഒരു 10-30 വർഷം പുറകോട്ട് സഞ്ചരിച്ചാൽ അന്നൊരുവൻ മരിച്ചു. കാൽവറിയുടെ ഗിരിമുകളിൽ ഒരുവൻ മരിച്ചു. ആമേൻ. ആ മരിച്ചതിന് യഥാർത്ഥ പെസഹ കുഞ്ഞാട് മരിച്ച പകലായതുകൊണ്ട്, ഹല്ലേലൂയ, പത്രോസിനെ കൊല്ലാതെ സൂക്ഷിച്ചു. അന്ന് ദൂതൻ അവിടെ ഇറങ്ങി. അതിനകത്തൊരു ദൂത് കിടപ്പുണ്ട്. ഹല്ലേലൂയ. ഇതൊന്നും അറിഞ്ഞു വെച്ചോണ്ട് ഞാൻ പറയല്ല. അടിപ്പിണരികൾ നിമിത്തം സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിന്റെ ക്രൂശും എവിടെ വെളിപ്പെട്ടോ അവിടെ വിടുതൽ സുനിശ്ചിതമാണ്. ആമേൻ. ഹല്ലേലൂയ. നിന്റെ വീട്ടിനകത്തെ എത്ര വലിയ ബന്ധനവും പൊട്ടിപ്പോകും. നിന്റെ ശരീരത്തിനകത്തെ എത്ര വലിയ രോഗവും, ഹല്ലേലൂയ, അതിന്റെ വേരോടെ പിഴുതു മാറും. കാരണം എന്താ? പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു. അത് ചിന്തിക്കുമ്പോ എന്റെ അകത്തേക്ക് വേറൊരു ചിന്ത ഇവിടെ കയറി വരുന്നു. അന്ന് രാത്രിയിലെ സംഭവങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ചിന്തിച്ചു നോക്ക്. ഇസ്രയേലിന്റെ ഭവനത്തിനകത്ത് മൊത്തം അറുക്കപ്പെടുന്ന കുഞ്ഞാടുണ്ട്. ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. പക്ഷെ തൊട്ടടുത്ത വലിയ സംസ്ഥാനങ്ങൾക്കകത്ത് കരച്ചിൽ കേൾക്കാം. കരച്ചിൽ കേൾക്കാം. അവിടെ ഇറങ്ങിയതാരാ? സംഹാരകനായിട്ട് ഇറങ്ങി. ആമേൻ. നമുക്ക് യേശുവിനെ നോക്കാൻ നേരത്ത് ഒരൊറ്റ ചിന്തയെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷെ യേശു പറയും, ഞാൻ എന്നെ കുഞ്ഞാടാത്ത് മാത്രം നിങ്ങൾ കാണരുത്, ഞാൻ യഹൂദ ഗോത്രത്തിലെ സിംഹം കൂടിയാണ്. ക്രൂശിനകത്ത് ഇത് രണ്ടുമുണ്ട്. ക്രൂശിനകത്ത് ഇത് രണ്ടുമുണ്ട്. കുഞ്ഞാട് അറുക്കപ്പെടുന്നതാ നീ കാണുന്നെങ്കിൽ, ഹല്ലേലൂയ, അദൃശ്യ മണ്ഡലങ്ങൾക്കകത്ത് ഗർജിക്കുന്ന ഒരു സിംഹത്തെ കാണാൻ കഴിയും. ഹല്ലേലൂയ. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ശക്തിയെ എന്നേക്കുമായി കടിച്ചു കീറുന്ന, ഹല്ലേലൂയ, യഹൂദ ഗോത്രത്തിലെ സിംഹത്തെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ കുഞ്ഞാട്, ഹല്ലേലൂയ, ആ ഇസ്രയേലിൻ്റെ കുടുംബങ്ങൾക്കകത്ത് അറുക്കപ്പെടുമ്പോൾ യഹൂദ ഗോത്രത്തിലെ സിംഹമായി മിസ്രൈമിൻ്റെ വീടിനകത്ത് യേശു കയറുവാനിടയായി തീർന്നു. ഇന്ന് പകൽ വിശ്വസിച്ചോണം, അവൻ ഒരു രൂപത്തിലല്ല നിൽക്കുന്നത്. ഒരു രൂപത്തിലല്ല നിൽക്കുന്നത്. ഹല്ലേലൂയ. ഈ ഒരു വെളിപ്പാട് ഇപ്പൊ കത്തിയതല്ല, നേരത്തെ കത്തിയതാ. അതുകൊണ്ട് എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് നോക്കിയാൽ നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കാം, അതിനകത്ത് രണ്ടുപേരെ കാണാം. ഒരു കുഞ്ഞാടിനെയും കാണാം, ഒരു സിംഹത്തെയും കാണാൻ പറ്റും. ഇന്ന് പകൽ യേശു കുഞ്ഞാടായിട്ട് എപ്പോഴും നിൽക്കത്തില്ല. അവൻ നമുക്ക് വേണ്ടി അറുക്കപ്പെടുന്ന കുഞ്ഞാടാണ്. പക്ഷെ നമുക്ക് വിരോധമായി നിൽക്കുന്ന സകല ശക്തികൾക്ക് മുമ്പിൽ അവൻ, ഹല്ലേലൂയ, ഗർജിക്കുന്ന സിംഹമാണ്. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകല് ഒരു സഭയുടെ സ്ഥിരീകരണം, സഭയുടെ ഉറപ്പ് പ്രസംഗിക്കപ്പെടുമ്പോൾ അതാണ് ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിച്ചത്. നിങ്ങൾ മനസ്സിലാകണം, സഭയെ ഉറപ്പിക്കാൻ ദൈവം, ഹല്ലേലൂയ, തുടങ്ങിയത് കുഞ്ഞാടിന്റെ രൂപത്തിലാണെങ്കിൽ, ഹല്ലേലൂയ, അവൻ ഇറങ്ങി നിൽക്കുന്നത് യഹൂദ ഗോത്രത്തിലെ സിംഹമായിട്ടാണ്. ആമേൻ. വിരോധമായി എഴുന്നേൽക്കുന്ന സകല ശക്തികളെയും നിങ്ങൾ ആത്മാവിൽ പ്രഖ്യാപിക്കാൻ തയ്യാറാണെങ്കിൽ, വിരോധമായി നിൽക്കുന്ന സകല ശക്തികളും നിങ്ങളുടെ മുമ്പിൽ അഴിഞ്ഞു മാറുന്നതായി കാണാൻ പറ്റും. കാരണം അവിടെയെല്ലാം യഹൂദ ഗോത്രത്തിലെ സിംഹമായി യേശു കർത്താവ് വെളിപ്പെടുവാനിടയായി തീരും. പുതിയ നിയമത്തിനകത്ത് ഒരു വെളിപ്പാടാണ്. പുതിയ നിയമത്തിനകത്ത് ഒരു വെളിപ്പാട്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യം മനസ്സിലാകാതെ രാജാവാണെന്ന പ്രൗഢിയോടെ രാജധാനിയിൽ ഇരുന്നവനെ ഒറ്റയടിയുണ്ട്, നിങ്ങൾക്കറിയാം ആളാറാണ്, ഒറ്റയടികൊണ്ട് പുഴു ദ്രവിക്കുന്നത് പോലെ മാറ്റുന്ന ഒരു സാഹചര്യം വന്നത് പുതിയ നിയമത്തിലാണ്.
സഭയെ മുടിക്കാൻ വേണ്ടി അധികാരപത്രമായി വന്നവനെ ഒറ്റയടിക്ക് വീടിനകത്ത് ഉപവസിപ്പിച്ചത് ഈ യഹൂദ ഗോത്രത്തിലെ സിംഹമാണ്. ആമേൻ. പ്രവാചകൻ പ്രവചിക്കുന്ന ഒരു പ്രവാചക ശബ്ദമുണ്ട്. ആ പ്രവാചക ശബ്ദം എടുത്തുകൊണ്ട് യേശു കർത്താവ് ആദ്യമായി യെരൂശലേമിലെ സഭയിൽ വന്നിരുന്ന് വായിക്കുന്നുണ്ട്. ആ വായിക്കുന്ന വായനയ്ക്കകത്ത് പ്രവാചകൻ പറഞ്ഞ ഒരു വാക്ക് ഞാൻ പ്രസാദ വർഷം പ്രസംഗിക്കാൻ വന്നു എന്ന് പറഞ്ഞു നിർത്തുമ്പോൾ പ്രതികാര വർഷത്തെക്കുറിച്ച് യേശു മിണ്ടുന്നില്ല. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാകുമെന്ന് അറിയത്തില്ല. പക്ഷെ പ്രവാചകൻ പ്രവചിച്ചതിനകത്ത് പ്രതികാര വർഷമുണ്ട്. ആമേൻ. പ്രസാദ വർഷമുണ്ട്. യേശു പറയാണ്, പ്രസാദ വർഷം ഞാൻ ചെയ്യും, പ്രതികാര വർഷം എൻ്റെ മക്കൾ ചെയ്യും. ആരാണ്? നിങ്ങളാണോ? ആമേൻ. ഹല്ലേലൂയ. യേശു ചെയ്തത് മുഴുവൻ നിവർത്തീകരിക്കാൻ, ആ ചെയ്ത പണിയുടെ യഥാർത്ഥ നിവർത്തീകരണത്തിനായി നിൽക്കുന്ന സഭയാണ്. ഈ കാലഘട്ടത്തിൽ ഒരു പ്രതികാര വർഷവും കൂടി ഉണ്ടെന്നറിയണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? യേശു കുഞ്ഞാനാണെന്ന് മനസ്സിലാക്കി ഒരു കർണത്തടിക്കുമ്പോൾ മറ്റേ കർണം കൂടെ കാണിച്ചു കൊടുക്കുന്ന സഭയായി നോർത്ത് ഇന്ത്യയിലും എല്ലായിടത്തും മാറിക്കൊണ്ടിരിക്കുക. പക്ഷെ ഈ കാലഘട്ടം ഒരു പ്രതികാര വർഷം കൂടിയാണെന്നറിയണം. തിരിഞ്ഞ് സഭയുടെ ശരിയായ, കൈകൊണ്ട് അടിക്കാനൊന്നും പോകണ്ട, ശരിയായ രീതിയിൽ നീ ആത്മാവിൽ നിന്നാൽ അവിടെ യഹൂദ ഗോത്രത്തിലെ സിംഹം ഇറങ്ങുന്ന കാണാൻ പറ്റും. ഇതൊരു വെളിപ്പാടാ. സഭ പിടിച്ചോണം, പിടിച്ചോണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കുഞ്ഞാടിനെ പോലെ നമ്മളും ആയിത്തീരുക, അടികൊള്ളുക എന്നുള്ളൊരു സ്വഭാവത്തിൽ നിൽക്കാതെ, ഹല്ലേലൂയ, പുതിയ നിയമത്തിനകത്ത് വെളിപ്പെട്ട് കിടക്കുന്ന ഒരു വെളിപ്പാടാണ്. അവൻ പ്രസാദ വർഷം പ്രസംഗിച്ചു പോയി. അവൻ രോഗികളെ കണ്ടപ്പോൾ പെട്ടെന്ന് മനസ്സലിഞ്ഞു. ഹല്ലേലൂയ. വേഗത്തിൽ ആക്ഷൻ ചെയ്ത് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. ഇത് നമുക്ക് വേണം. ഹല്ലേലൂയ. രോഗികളെ കണ്ടാൽ പെട്ടെന്ന് മനസ്സലിയും, പെട്ടെന്ന് അവരോട് മനസ്സലിഞ്ഞ് അവരുടെ മുമ്പിൽ ദൈവത്തിൻ്റെ പ്രസാദ വർഷത്തിനകത്ത് വിടുതൽ അവതരിപ്പിക്കുകയും വേണം. അതേസമയം സഭയ്ക്ക് വിരോധമായി നിൽക്കുന്നവരോട് വിരോധതയോടെ നിൽക്കുന്ന രീതിയിൽ പ്രതികരിക്കാൻ സഭയ്ക്ക് അധികാരമുണ്ടെന്നുള്ള തിരിച്ചറിവ് വേണം. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ അഗ്രി ചെയ്യുന്നില്ല എന്നോട്? ഒരു സഭയുടെ ഉറപ്പ് പൗലോസ് പറയുക, ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്ന് നിങ്ങളുടെ മേൽ കൈവച്ചാൽ നിങ്ങളുടെ സഭയിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകും. നിങ്ങൾ ഉറയ്ക്കും. കാരണം അതിനുള്ളൊരു വിശ്വാസം നിങ്ങളുടെ അകത്ത് ജനിക്കപ്പെട്ടത് കണ്ടു ഞാൻ. ലോകപ്രസിദ്ധമായ ഒരു വിശ്വാസം നിങ്ങളിലൂടെ ജനിച്ചിട്ടുണ്ടെന്നറിയുന്നു. അതുകൊണ്ട് ഞാൻ വന്നാൽ സംസാരിച്ചാൽ നിങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന വിശ്വാസത്തോടൊത്തവണ്ണം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ അകത്തൊരു സ്ഥിരീകരണം ഉണ്ടാകും. ആമേൻ. ഞാനത് നിങ്ങൾ കേട്ടാൽ പിടിക്കുവോ സ്വീകരിക്കുമോ എന്നറിയത്തില്ല. എങ്കിലും ഈ ദൂതന്റെ അകത്ത് ദൈവം നൽകുന്നത് സഭയുടെ ഉറപ്പീര് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. സഭ എങ്ങനെ ഉറപ്പിക്കപ്പെടുന്നു? പൗലോസിന്റെ ആശയങ്ങൾക്കകത്തൂടെ ഒരു 5-6 മിനിറ്റിനകത്തൂടെ അവതരിപ്പിച്ച് ഈ വിഷയത്തെ വിടാൻ താല്പര്യപ്പെടുകയാണ്. ദമസ്കോസിലാണ് മനുഷ്യൻ. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ എത്ര പേര് ഓർക്കുന്നുണ്ട്? 3 സഭകളെ ഞാൻ പരിചയപ്പെടുത്തി. യെരൂശലേം, അന്ത്യോക്യ, റോം. യെരൂശലേമിലെ സഭ, അന്ത്യോക്യയിലെ സഭ, റോമിലെ സഭ. ഈ മനുഷ്യന്റെ നിയോഗം, ഡിവൈൻ അസൈൻമെന്റ് വീണിരിക്കുന്നത് അന്ത്യോക്യയിൽ നിൽക്കണമെന്നുള്ളതല്ല, യെരൂശലേമിൽ നിൽക്കണമെന്നുള്ളതല്ല, റോമിൽ ചെല്ലണം, അങ്ങേയറ്റത്തോളം പോകണം. ആമേൻ. ഹല്ലേലൂയ. ഇതിന് 2 രീതിയിലുള്ള ഒരു വിശദീകരണം ആവശ്യമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ചുറ്റുപാടുകളിൽ മുഴുവൻ ഒരു സുവിശേഷീകരണം നടത്തണം. അടുത്ത സ്ഥലങ്ങളിൽ സഭ സ്ഥാപിക്കണം, അടുത്ത പട്ടണങ്ങളിൽ സഭ സ്ഥാപിക്കണം. സഭ എന്നത് ഒരു പ്രാദേശിക പ്രദേശങ്ങൾക്കകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. അമ്മൻ പറയുന്നില്ല, അല്ല. നിങ്ങളെ കൊണ്ട് ഒരു ദേശത്തല്ല, ഒരു പട്ടണത്തിലല്ല, അടുത്ത പ്രദേശങ്ങളിലും സഭ സ്ഥാപിക്കുവാൻ ദൈവം ഉപയോഗിക്കും. ഒന്നും ഇല്ലാതിരിക്കുക ഇങ്ങനെ പറയാനൊരു തൻ്റെ ഇടം മനസ്സിനകത്ത് ഉണ്ടായാൽ മാത്രം മതി. ഹല്ലേലൂയ. ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് പ്രവാചകൻ ചോദിക്കുന്ന ചോദ്യം എന്തേലും ഉണ്ടോ? ആ ചോദ്യത്തിനൊരു പ്രാധാന്യതയുണ്ട്. എന്തേലും ഉണ്ടോ? ഒന്നും ഇല്ല എന്നുള്ളതാണ്. ഒന്നും അവശേഷിക്കുന്നില്ലെന്ന് പറയുമ്പോൾ എന്തേലും ഉണ്ടോ?
ഇന്ത്യയിലുള്ളത് എണ്ണയാണോ? അത് മതി. 3 സ്ഥലം. ഈ പത്രോസിനെ സംബന്ധിക്കുമ്പോഴാണ് യെരുശലേം പ്രാധാന്യമായി വരുന്നത്. പൗലോസിനെ പറ്റി പറയുമ്പോൾ അത് ദമസ്കോസ് എന്ന് ചിന്തിക്കണം. കാരണം പത്രോസ് ഉൾക്കൊള്ളുന്ന ശിഷ്യന്മാർക്ക്, അപ്പോസ്തലന്മാർക്ക് അംഗീകരിക്കാൻ കഴിയുന്നുണ്ടെങ്കിലും പൗലോസ് സ്വീകാര്യനാകുന്നില്ല, കൂടെ നിർത്താൻ പറ്റുന്നില്ല, കൂടെ നിർത്തി ശുശ്രൂഷിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കിലിക്കിയിലും തർസോസിലും ഒക്കെ സുവിശേഷീകരണത്തിന്റെ ശക്തമായ പ്രവർത്തനങ്ങളാൽ സഭ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് പൗലോസ്. 1-ാം മിഷണറി യാത്രകൾക്ക് ശേഷം 2-ാം മിഷണറി യാത്രയിലേക്ക് വരാൻ നേരത്ത് ഇദ്ദേഹത്തിന് പോകാൻ സ്ഥലമില്ലാകുന്ന ഒരു ഭാഗം നിങ്ങൾക്കറിയാം അല്ലെ? എങ്ങോട്ടാ പോകണ്ടെന്ന് അറിയത്തില്ല. അങ്ങനെ സഞ്ചരിക്കാൻ നേരത്ത് ഇദ്ദേഹം പോയ സ്ഥലം സ്വന്തം പട്ടണങ്ങൾക്കകത്തേക്ക് തന്നെയാണ്. കാരണം എങ്ങോട്ടാ പോകണ്ടെന്ന് അറിയത്തില്ലാത്തത് കൊണ്ട് തനിക്ക് ഇടമുള്ള സ്ഥലത്തേക്ക് പോയി സുവിശേഷീകരണം അനുഭവിക്കാൻ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോഴാണ് കർത്താവ് തന്നെ കൃത്യമായിട്ട് മക്കഡോണിയൻ കോളിങ്ങിൽ, മാസിഡോണിയൻ കോളിങ്ങിലേക്ക് തന്നെ നിയോഗിക്കുന്നത്. എത്ര പേര് എൻ്റെ കൂടെ ഉണ്ട്? അത് ഞാൻ വെറുതെ പ്രസംഗിക്കുവാണോ? എൻ്റെ കൂടെ ഉള്ളവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. അധികം നേരമില്ല, ഒരു 5-6 മിനിറ്റിനകത്ത് ഞാൻ വളരെ വേഗത്തിൽ ഞാൻ പോകും. നിങ്ങൾ എന്നോട് നിന്നാൽ മതി. കർത്താവ് സഹായിക്കുമാറാണ്. ഈ ഭാഗത്ത് താൻ നിൽക്കുമ്പോൾ തനിക്കൊരു ഇൻവിറ്റേഷൻ ലഭിക്കുന്നുണ്ട്. ആ ഇൻവിറ്റേഷൻ ലഭിക്കുന്നത് എങ്ങോട്ടാണ്? അന്ത്യോക്യയിലേക്കാണ്. വരുന്നത് ആരാണ്? ബർന്നബാസാണ്. ഇങ്ങനെ വന്നപ്പം വചനം വായിച്ചോണ്ടാ വന്നത്. വചനം വായിക്കാന്ന് പറഞ്ഞാൽ തെറ്റാണ്, വചനം കേട്ടുകൊണ്ടാണ്. ഈ ബർന്നബാസിനെ കുറിച്ച് ഒരു പ്രത്യേക ദൈവശബ്ദമുണ്ട്. ബർന്നബാസ് നല്ല മനുഷ്യനാ എന്ന് പറഞ്ഞേ, എന്ന് പറ. നല്ല മനുഷ്യനാ ഒന്ന് പറ, എല്ലാരും പറ, ഒന്ന് ശക്തമായി. നല്ല മനുഷ്യനാ, വിശ്വാസമുണ്ട്, ആത്മാവിന്റെ അഭിഷേകമുണ്ട്. ആമേൻ. ഈ മനുഷ്യൻ നേരെ ശൗലിന്റെ അടുക്കൽ ചെല്ലുന്നു. ശൗലിനെ വിളിച്ചുകൊണ്ട് ഉപവാസ പ്രാർത്ഥന നടക്കുന്ന അന്ത്യോക്യയിലെ ചർച്ചിനകത്തേക്ക് വരികയാണ്. അന്ത്യോക്യയിലെ ചർച്ച്. ആ അന്ത്യോക്യയിലെ ചർച്ചിനകത്ത് വരുമ്പോൾ അവിടെ ആരെല്ലാം ഉണ്ട്? അവിടെ പ്രവാചകന്മാരുണ്ട്, ഉപദേഷ്ടാക്കന്മാരുണ്ട്, അവിടെ ഇടയന്മാരുണ്ട്, എല്ലാം. അപ്പോസ്തല ഈ റോമാലേഖനം 12-ാം അധ്യായത്തിനകത്ത് പറയുന്ന, കൊരിന്ഥി ലേഖനം 12-ാം അധ്യായത്തിനകത്ത് പറയുന്ന സകല ശുശ്രൂഷകന്മാരും ഉണ്ട്. അവിടെയുണ്ട്. അവിടെ ആത്മാവിനെ അംഗീകരിക്കുന്ന സഭയാണ്, ആത്മാവ് പറയുന്നത് കേൾക്കുന്ന സഭയാണ്. അവരവിടെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ നിയോഗം വീഴുക. എന്റെ പുറകോട്ടൊരു ഭാഗം പറഞ്ഞ ഒരു കാര്യം ഇവിടെ മനസ്സിലാകും. ചിതറിപ്പോയവർ 7 രീതിയിലുള്ള ചിതറിപ്പോക്ക് വിഷയത്തിലുണ്ട്. ആവർത്തിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എടുത്തു പറയാനുള്ള ക്ഷമയില്ല. സത്യത്തിൽ ഈ ഉണ്ടായ സകല ചിതറിപ്പോക്കിനും കാരണങ്ങളായ പ്രശ്നങ്ങൾ ഒരാത്മപകർച്ച ജാതികൾക്ക് കൊടുക്കേണ്ടതിനായിരുന്നു. പക്ഷെ ഇവർ ചെയ്ത ഒരു കാര്യം, ചെന്നടുത്തല്ല യഹൂദന്മാരോട് വചനം പറഞ്ഞു. ഈ 11-ാം അധ്യായമൊക്കെ താഴോട്ട് പഠിക്കുമ്പോൾ അത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ചെന്ന സ്ഥലങ്ങളിൽ ജാതികളോട് ഇവർ സുവിശേഷം പറയുന്നില്ല, അവർ യഹൂദന്മാർ. ആ കാലഘട്ടത്തിലാണ് കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ച ദർശനം ദൈവം പത്രോസിന് കാണിച്ചു കൊടുക്കുന്നത്. 2-3 തവണ വചനം പറയും, 3 തവണ കാണിച്ചു കൊടുത്തിട്ടും പത്രോസിനൊന്നും മനസ്സിലായില്ല. പത്രോസ് പറയാണ്, ഞാൻ യഹൂദനായിരിക്കെ ഞാൻ എങ്ങനെ ഇതിനെ അറുത്ത് ഭക്ഷിക്കും? ദർശനം മാറിപ്പോയി. ദർശനം മാറി കഴിഞ്ഞപ്പോൾ ദൂതന്മാർ അകത്ത് വന്നു. ദൂതൻ പറയും, നിന്നെ തേടി ആള് വന്നിട്ടുണ്ട്. കണ്ട ദർശനത്തിനൊത്തവണ്ണം കാല് വെക്കത്തക്ക രീതിയിൽ ദൈവം നിനക്ക് ഓപ്പർച്യൂണിറ്റികളെ നൽകുകയാണ്. പക്ഷെ കാല് വെച്ചെങ്കിലും അടുത്ത സ്റ്റെപ്പ് വെക്കാൻ പത്രോസിന് പറ്റാതെ പോയി. അടുത്ത സ്റ്റെപ്പ് ദൈവം വെപ്പിക്കുന്നത്
ഹല്ലേലൂയ, ജാതികൾക്ക് വേണ്ടി വേർതിരിക്കുന്ന പൗലോസിലൂടെ ഞാൻ എന്തിനിന്ന് ഇവിടെ പ്രസംഗിക്കുന്നു? ഇത് പ്രസംഗിക്കുന്നതിന് പിന്നിൽ ഒരു കാരണമേ ഉള്ളൂ. ജാതികളുടെ ഇടയിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യാൻ പോവുകയാണ്. ഒരു പ്രവാചക ശബ്ദത്തിനകത്ത് കിടക്കുന്ന വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 13-ാം അധ്യായത്തിനകത്താണ് പ്രവചന ശബ്ദം കേൾക്കുന്നത്. ഹബക്കുക്ക് പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യത്തിനകത്ത് കിടക്കുന്ന വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പ്രവാചകന്മാർ സംസാരിക്കുന്ന അധ്യായം 13-ാം അധ്യായമാണ്. നിങ്ങൾ ജാതികളുടെ ഇടയിൽ ദൃഷ്ടി വെച്ച് നോക്കുവിൻ, വിസ്മയിച്ച് ആശ്ചര്യപ്പെടുവിൻ, ഞാൻ ഒരു പ്രവൃത്തി ചെയ്യും. അത് ആരോടെങ്കിലും പോയി കയറിഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഈ വാക്കുകൾ തെളിഞ്ഞു വരുന്ന അധ്യായം 13-ാം അധ്യായമാണ്. ആമേൻ. ജാതികളുടെ ഡോറുകൾ തുറക്കുന്ന അധ്യായം. ആമേൻ പറയാൻ പറ്റില്ല. ഇത് മാത്രമേ ഉള്ളൂ, ഞാൻ വേറെ ഒന്നും പ്രസംഗിക്കത്തില്ല. ജാതികളുടെ ഡോറ് തുറക്കുന്നു. 1-ാം മിഷണറി യാത്രകൾക്ക് ശേഷം പൗലോസും ബർന്നബാസും തിരികെ വരുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, ഈ അന്ത്യോക്യയിലെ സഭയിലെ മൂപ്പന്മാരുടെ മുമ്പിൽ ഇവര് പ്രസ്താവിക്കുന്ന കാര്യത്തിനകത്ത് ഒത്ത വെളിപ്പാടാ പറയുന്നത്. 1-ാം മിഷണറി യാത്രയുടെ പ്രത്യേകത, അതൊരു ദൂതായിട്ട് ഈ സഭ സ്വീകരിക്കണം. 1-ാം മിഷണറി യാത്രയുടെ പ്രത്യേകത അവർക്ക് പറയാനുള്ളത്, ജാതികളുടെ ഇടയിൽ വിശ്വാസത്തിന്റെ ഡോറ് തുറക്കപ്പെട്ടു. ഇതിങ്ങനെ ഒന്നും പ്രസംഗിക്കാനല്ല ഞാൻ വെച്ചിരുന്നത്. ഇതിന് പിന്നിൽ പുറയിൽ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചു. പക്ഷെ ഇതിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ആ ദൂതിനെ അങ്ങ് നിങ്ങൾ സ്വീകരിച്ചോണം. ഹല്ലേലൂയ. 1-ാം മിഷണറി, ഓരോ മിഷണറി യാത്രയ്ക്കും ദൈവാത്മാവിന്റെ ഇടപെടൽ വ്യത്യസ്തമായിട്ട് ഇടപെടുന്നുണ്ട്. 1-ാം മിഷണറി യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ജാതികൾ പിടിക്കപ്പെടുന്നു. ഇതിനകത്ത് ഒരു പ്രത്യേകത പറയാണ്, പൗലോസും ബർന്നബാസും ചെന്ന പട്ടണങ്ങളിൽ യഹൂദന്മാരുടെ ഇടയിൽ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് പറയുന്ന ഭാഗം ഇങ്ങനെയാണ്: അവർ ന്യായപ്രമാണവും പ്രബോധനവും പഴയ നിയമത്തിലെ നിയമവും പ്രസ്താവിച്ചു കഴിഞ്ഞ ശേഷം ഇവരോട് പറയുന്നു, നിങ്ങൾക്ക് സഹോദരന്മാരാകുന്ന പുരുഷന്മാരെ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രബോധനമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ബർന്നബാസും പൗലോസും ഒരുപോലെ എഴുന്നേറ്റ് പ്രസംഗിക്കുക. അബ്രഹാം മുതൽ യേശുക്രിസ്തു വരെ, അല്ല, ആത്മപകർച്ച വരെ. അബ്രഹാം മുതൽ ഹല്ലേലൂയ ക്രൂശിലൂടെ നടന്ന് എവിടെ ചെല്ലുന്നു? ആമേൻ. എവിടെ ചെല്ലുന്നു? പുതിയ നിയമത്തിൽ യെരുശലേമിൽ വെളിപ്പെട്ട ആത്മപകർച്ച വരെ പ്രസംഗിച്ചിട്ട് നിൽക്കുക. എന്നിട്ടും അവർ ഹല്ലേലൂയ ദൈവാത്മാവിനെ സ്വീകരിക്കാത്തപ്പം ഇവര് പറയാണ്, ഇതാണ് വാക്ക്, ഇങ്ങനെയാണ് പറയുന്നത്: ജാതികൾ, ഹല്ലേലൂയ, ജാതികളുടെ ഇടയിലേക്ക് ഞങ്ങൾ തിരിയുകയാണ്. ഇനി ഞങ്ങൾ യഹൂദന്മാരുടെ ഇടയിലല്ല, ഇനി ഞങ്ങൾ ജാതികളുടെ ഇടയിലാണ്. ഹല്ലേലൂയ. ഇതിനു മുമ്പേ ദൈവ പ്ലാൻ തുറന്നതാണ്. ഇതിനു മുമ്പേ ജാതികളുടെ ഡോറ് പത്രോസിന്റെ മുമ്പിൽ തുറന്നതാണ്. തുറന്ന ഡോറിനെ അതിന് വിശാലതയോടെ സ്വീകരിക്കാൻ കഴിയാതെ ഈ മനുഷ്യൻ ഒരു പരിമിതിക്കകത്ത് ഒതുങ്ങുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, പൗലോസ് പറയുക, ഞങ്ങൾ ഇനി യഹൂദന്മാരുടെ ഇടയിലല്ല, ജാതികളുടെ ഇടയിലേക്ക് ദൈവത്തിന്റെ സുവിശേഷവുമായി പോകുന്നു. പിന്നീട് സംഭവിച്ചത് അസാധാരണ ആത്മപകർച്ചകളാണ്. ഹല്ലേലൂയ. ആ വാക്കാണ് അന്ത്യോക്യയിലെ സഭയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ ചെല്ലുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളാലും ജാതികളുടെ ഇടയിൽ വിശ്വാസത്തിന്റെ ഡോറ് ദൈവം ഞങ്ങൾക്ക് വേണ്ടി തുറന്നു. ഞാനിവിടെ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മുണ്ടക്കയം ചർച്ചിന്റെ മുമ്പിൽ ദൈവം ജാതികളുടെ ഡോറുകളെ ദൈവം തുറക്കുകയാണ്. ഈ തുറക്ക് നിങ്ങളിലൂടെ തന്നെ സംഭവിക്കും. ആന്റി പ്രസംഗിച്ച് അവസാനിപ്പിച്ച അതേ വാക്ക്, ആന്റി പ്രസംഗിച്ച് അവസാനിപ്പിച്ച ഒരു പ്രൊഫറ്റിക്കൽ വാക്കാണെങ്കിൽ ഞാനിത് ചരിത്രത്തിൽ നടന്ന സംഭവമായിട്ട് അവതരിച്ച് അവസാനിപ്പിക്കുന്നു. നിങ്ങൾ ഒരു കഷ്ടത ജീവിതത്തിനകത്ത് വന്നു. യു ആർ എ മിനിസ്റ്റർ. നീ ഒരു പ്രവാചക കുടുംബത്തിൽപ്പെട്ടവനായിരുന്നു, നിയോഗിക്കപ്പെട്ട ശുശ്രൂഷകന്റെ കുടുംബത്തിൽ നിയോഗിക്കപ്പെട്ടവരായിരുന്നു. പക്ഷേ ഹല്ലേലൂയ, ദൈവം ആഗ്രഹിച്ചതുപോലെ വളരാതെ
കടഭാരങ്ങൾക്കകത്ത് ബന്ധിക്കപ്പെട്ടതുപോലെ ഹല്ലേലൂയ സുവിശേഷത്തിന് വേദി, ദൈവശബ്ദത്തിനും ദൈവപ്രവർത്തികൾക്കും വേദിയില്ലാതെ കടക്കാര് കയറുന്ന നിലവാരത്തിലേക്ക് ഹല്ലേലൂയ അവസ്ഥകൾ വന്നു ഭവിച്ചപ്പോൾ അവൾക്ക് ചെന്ന് പ്രവാചകനോട് ചോദിക്കാൻ, എലീശയോട് ചോദിക്കാൻ ഒരേ ഒരു കാര്യം, ഞങ്ങൾ ഇനി എന്താ ചെയ്യുക? പ്രവാചകൻ പറയുന്നു, എന്തുണ്ട് നിങ്ങളുടെ കയ്യിൽ? ഒരു ഭരണി എണ്ണയുണ്ട്. ഇന്ന് പകൽ എണ്ണയുള്ളവർ ആത്മാവിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. ഈ അന്തരീക്ഷത്തിനകത്ത് എഴുന്നേറ്റ് നിന്നാട്ടെ. ഇവിടെ എഴുന്നേറ്റ് നിന്നാട്ടെ. ആത്മാവിൽ എണ്ണയുള്ളവർ എഴുന്നേറ്റ് നിൽക്കുക. അകത്ത് അഭിഷേകമുള്ളവർ എഴുന്നേറ്റ് നിൽക്കുക. ഇന്ന് പകൽ ഞാൻ പ്രവചിക്കുന്നു നിങ്ങളോട് ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ, ഹല്ലേലൂയ, ജാതികളുടെ മുമ്പിൽ ഡോറുകൾ ദൈവം തുറക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ, പ്രവാചകൻ പറയുകയാണ്, നിങ്ങൾ അടുത്ത ഭവനത്തിൽ ചെല്ലണം, എന്നിട്ട് അവരോട് പാത്രം മേടിക്കണം. പുതിയ നിയമത്തിൽ അതിനെ ഇങ്ങനെ കൊണ്ടുവരുന്നു, നിന്റെ അകത്തുള്ള എണ്ണ അടുത്ത ഭവനത്തിലെ പാത്രങ്ങൾക്കകത്ത് പകരണം. ഈ ദൂതകത്ത് സ്വീകരിക്കുന്നവരോട് ഞാൻ പറയുന്നു, ഒരു സ്പിരിച്വൽ കൺഫർമേഷൻ നിന്റെ സഭയോടുള്ള ബന്ധത്തിൽ വീഴുന്നുണ്ട്. ഒരു സ്പിരിച്വൽ കൺഫർമേഷൻ. നീ ഒരു സഭയാണെന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ നിന്നെ കൃത്യമായി കൺഫർമേഷൻ ചെയ്യുകയാണ്. നിയോഗം വർഷങ്ങൾക്ക് മുമ്പ് തലയ്ക്ക് മീതെ വീണിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അസൈൻമെന്റ്, കമ്മീഷൻ ദൈവം നേരത്തെ നിന്റെ മേലെ അയച്ചിട്ടുണ്ടെങ്കിൽ, ആ വാഗ്ദത്തത്തിന്റെ ദൂത് നിങ്ങളുടെ അകത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഈ പകൽ പ്രസംഗിച്ച് ഞാനിത് അവസാനിപ്പിക്കുമ്പോൾ ഹൃദയത്തിനകത്ത് ധരിച്ചോണം, ഇതൊരു കൺഫർമേഷനാണ്. ജാതികളുടെ ഡോറ് തുറക്കാൻ പോകുന്നു എന്നുള്ള കൺഫർമേഷനാണ്. യഹൂദന്മാരുടെ ഇടയിൽ നിങ്ങൾ സ്വീകാര്യനല്ലാതാകുന്നത്. യെസ്, ഹല്ലേലൂയ. നിന്റെ വീട്ടിലെ എല്ലാം തീർന്നു പോയതിൻ്റെ പിന്നിലെ കാരണം ജാതിയുടെ വീട്ടിൽ നിന്ന് പാത്രം സ്വീകരിക്കണമെന്നുള്ളതാണ്. ഹല്ലേലൂയ. ഞാനിതിനെ ആത്മാവിൽ വിശദീകരിക്കുക. ഹല്ലേലൂയ. നീ ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി കൊതിക്കുന്നവരാണെങ്കിൽ ഈ ദൂതിന് മുമ്പിൽ നിങ്ങൾ കീഴടങ്ങണം. നിങ്ങൾ തയ്യാറാകണം നിങ്ങളുടെ നാവ് തുറക്കാൻ. ഹല്ലേലൂയ. അകത്ത് എണ്ണയുള്ളവരോട് ഞാൻ പറയുന്നു, അകത്ത് അഭിഷേകമുള്ളവരോട് ഞാൻ പറയുന്നു, നുകങ്ങളെ തകർക്കുന്ന അഭിഷേകമായി നീ പുറപ്പെടേണ്ട സമയമായിരിക്കുന്നു. ഈ ദൈവവചനത്തിൻ്റെ 2 കണ്ണികളെയും ഒരുമിച്ച് ചേർത്താൽ ചില കടഭാരങ്ങളെ പൊട്ടിക്കാൻ ദൈവം നിന്നെ ഉപയോഗിച്ചിരിക്കും. ചില ബന്ധനങ്ങളെ മാറ്റാൻ, ചില പരാധീനതകളെ മാറ്റാൻ ദൈവം നിന്നെ ഉപയോഗിച്ചിരിക്കും. ഹല്ലേലൂയ. ദൈവം കരുതി വച്ചിരിക്കുന്ന ദൈവ നന്മകളിലേക്ക് അവരെ കണക്ട് ചെയ്യുവാൻ ബർന്നവാസിനെ പോലെ നീ നിയോഗിക്കപ്പെടും. ഹല്ലേലൂയ. പൗലോസിനെ ബർന്നവാസുമായി കണ്ടുമുട്ടുമ്പോൾ ഹല്ലേലൂയ, ഒരു കാര്യം സുനിശ്ചിതമായി, ജാതികളുടെ ഡോറുകൾ തുറക്കപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ. യെരൂശലേമിൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന അപ്പോസ്തലന്മാർ ശമരിയിൽ പോലും തുറന്നു വിടാത്തൊരു സുവിശേഷത്തെ അടച്ചു വെക്കുമ്പോൾ അന്ത്യോക്യ സഭ അടുത്ത ഭൂഖണ്ഡങ്ങൾക്കകത്തേക്കും അടുത്ത രാജ്യങ്ങൾക്കകത്തേക്കും സുവിശേഷത്തിൻ്റെ ശബ്ദമായി ജനത്തെ പറഞ്ഞയക്കുക. കമോൺ, നിങ്ങൾ ഒരു ദൈവപ്രവൃത്തിക്കായിട്ട് ഒരുങ്ങുക. ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. കർത്താവേ, ഇത് സഭയ്ക്കുള്ള ദൂതാണ്, സഭയോടുള്ള ദൈവശബ്ദമാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഒരു ദൂതില്ല എന്ന് പ്രതീക്ഷിക്കരുത്. നീയാണ് സഭ. നിന്റെ കടഭാരമാണ് മാറുന്നത്. നിന്നിലാണ് വർധനമുണ്ടാകുന്നത്. നീയാണ് ഉണർവാകേണ്ടത്. നീയാണ് സംസാരിക്കേണ്ടത്. നീയാണ് ദൈവസാന്നിധ്യമാകേണ്ടത്. ഹല്ലേലൂയ. ആദ്യം പറഞ്ഞ ആശയം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. വെറും കല്ലാണ്, പക്ഷേ എണ്ണ ഒഴിച്ചാൽ അത് ദേവാലയമാകും. യാക്കോബ് പറയും, ഇത് നിർജ്ജന സ്ഥലമാണ്, പക്ഷേ ഞാൻ ഈ നിർജ്ജന പ്രദേശത്ത് ഇതിൻ്റെ പേര് മാറ്റി ഈ നിർജ്ജന പ്രദേശത്തെ ലൂസിനെ ദൈവത്തിൻ്റെ ആലയമെന്ന ബഥേലാക്കി ഞാൻ മാറ്റുക. എന്നിട്ട് ഞാൻ ആലയത്തിൻ്റെ അഭിഷേക കർമ്മം കൂടെ ചെയ്യുകയാണ്. ഹല്ലേലൂയ. കൃത്യം ദൈവം ആ ഒറ്റയ്ക്ക് പോയവനെ വർദ്ധിപ്പിച്ചു മടക്കി വരുത്തുന്നു. വന്ന സ്ഥലത്ത് അവൻ ആരാധന കഴിക്കുന്ന യാഗപീഠം വീണത് ദൈവത്തിന് യാഗം കഴിക്കുക. ഹല്ലേലൂയ. ഇന്ന് പകല് ദൈവം നിനക്ക് പ്രത്യക്ഷമായ സ്ഥലം ദൈവത്തിൻ്റെ ആലയമാണ്. ദൈവം നിനക്ക് പ്രത്യക്ഷമായ സ്ഥലം നിന്റെ ശരീരമാണ്. വചനം പറയുന്നു, യു ആർ ദ ടെമ്പിൾ ഓഫ് ഗാഡ്. ദൈവം നിനക്ക് പ്രത്യക്ഷമായ സ്ഥലം നിന്റെ ദേവാലയമാണ്. അതെ, ആ ദേവാലയത്തെക്കുറിച്ചുള്ള ഉൾബോധ്യത്തിനകത്തിരിക്കുക. നിന്റെ അകത്തിരിക്കുന്ന എണ്ണയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക.
കെടാത്ത തീയും കെടാത്ത തീക്ക് കാരണമാകുന്ന എണ്ണയും ദേവാലയത്തിനകത്ത് എപ്പോഴും ഉണ്ടാകണം. യെരൂശലേം ദേവാലയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, കെടാത്തൊരു വിളക്ക് അവിടെയുണ്ട്. വിളക്ക് സുവിശേഷമാണെങ്കിൽ, തീ സുവിശേഷമാണെങ്കിൽ, തീയിലെ പ്രകാശ സുവിശേഷമാണെങ്കിൽ, തീക്ക് ഉപകരിക്കുന്ന എണ്ണ പരിശുദ്ധാത്മാവ. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട്? എത്ര പേര് തിരിയുന്നുണ്ട്? കമോൺ ചർച്ച്, ഇന്ന് പകൽ ഒരു കൺഫർമേഷൻ അകത്തേക്ക് തിരിയട്ടെ. ഒരു കൺഫർമേഷൻ നിങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. നിന്റെ മേലുള്ള കൺഫർമേഷൻ റൈറ്റ് പൊസിഷനകത്തേക്ക്, റൈറ്റ് മേഖലകൾക്കകത്തേക്ക് നീ കൃത്യമായി അപ്ഡേറ്റഡ് ആകാൻ പോകുക. നിന്നിൽ ദൈവത്തിൻ്റെ ശബ്ദം, നിന്നിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി, നിന്നിൽ ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ ജ്വലിക്കുന്ന ഒരു കൺഫർമേഷനകത്തേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകുക. അടുത്ത ആഴ്ച ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം മുൻകൂട്ടി അറിയിക്കുന്നു. എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് സ്പിരിച്വൽ ഗിഫ്റ്റ്സിനെ കുറിച്ചാണ്. കൃപാവരങ്ങൾ ഉള്ളിൽ ജനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഈ ആഴ്ച മുഴുവൻ പ്രാർത്ഥിച്ചിട്ട് വരണം. എന്നോട് ദൈവം പറഞ്ഞ ഒരു ആശയമാണ്, ഈ ശുശ്രൂഷകളുടെ അവസാനം ഇത് സംഭവിച്ചിരിക്കും. നല്ല പിതാവേ, ഈ വചനം ഞങ്ങൾ ദൈവകരത്തിൽ കൈമാറുന്നു. വിശ്വാസത്തോടെ ഞങ്ങൾ ദൈവകരത്തിലേക്ക് ഈ സുവിശേഷത്തെ, വചനത്തെ, ദൈവീയ ആശയങ്ങളെ, പ്രവചനദൂതുകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കേട്ട ജീവിതങ്ങൾക്ക് ഏറ്റവും ആനന്ദവും അഭിഷേകവും സുവിശേഷവുമാകുന്ന ശക്തിയായി ഇത് അവരിലൂടെ ഒഴുകട്ടെ കർത്താവേ. സന്തോഷത്തോടെ ഈ വാക്കുകളെ ദൈവകരത്തിൽ